നിങ്ങളുടെ കുട്ടിയും IAS ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കുട്ടി ഏത് സമയം മുതലാണ് IASന് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ടത്? ഇനി അതല്ല, സ്കൂൾ പഠനം മുതൽ പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കേണ്ടത്? എന്ത് സാഹചര്യമാണ് രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയുക? തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ പല രക്ഷിതാക്കളും പല സമയത്തും വിളിച്ചു ചോദിക്കുന്നതാണ്. അത്തരത്തിലുള്ള IAS IPS പോലത്തെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം നിങ്ങളുടെ കുട്ടിയും നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, എന്തൊക്കെ അവസരങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ പൂർണ്ണമായിട്ടും പറയുന്നത്. പൂർണ്ണമായിട്ടും കേൾക്കുക. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വെള്ള നമ്പറുമായിട്ടോ ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ താല്പര്യവും വ്യത്യസ്തമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോസിലും ഡൗട്ട്സ് വരുന്ന സമയത്ത് വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു 1 year പ്രോഗ്രാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 1 year IAS ജൂനിയർ കോഴ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജോയിൻ ചെയ്യണമെന്നോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, IAS IPS IFS പോലത്തെ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമുള്ള, കുട്ടിക്ക് ഒരു ബേസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു എക്സാമാണ്. ഡിഗ്രി കഴിഞ്ഞാലാണ് എക്സാം എഴുതാൻ പറ്റുക എങ്കിൽ കൂടിയും ഇപ്പം ഒരുപാട് രക്ഷിതാക്കൾ നല്ല അവെയർ ആയിട്ടുള്ള രക്ഷിതാക്കളാണല്ലോ ഇപ്പോൾ, മുമ്പത്തെ പോലെയല്ല. കുട്ടികളെ ചെറിയ പ്രായം മുതൽ തന്നെ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ മാനസികമായിട്ട് റെഡിയാക്കിക്കൊണ്ടിരുന്നുണ്ട്. ഓക്കെ, അവർ ഒരുപാട് പഠിച്ചു തീർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സ്കൂൾ സമയം മുതൽ തന്നെ നമുക്ക് അവർക്കും വേണ്ടി പല കാര്യങ്ങളും ഇത്തരത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ ശീലങ്ങൾ, അതുപോലെ തന്നെ കുട്ടിക്ക് പഠിക്കാനുള്ള രീതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ IAS ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹമാണെങ്കിലും കുട്ടിയുടെ ആഗ്രഹമാണെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിനാവശ്യമായ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ സ്കൂൾ സമയത്ത് ഒരു +2 വരെയുള്ള സമയത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എത്ര ചെറിയ ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എത്ര വലുതായി കഴിഞ്ഞാലും തുടങ്ങാം കേട്ടോ, അതിലൊന്നും പ്രശ്നങ്ങളില്ല. നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ നേടാൻ പറ്റുന്നതാണ്. ഇപ്പം 21 വയസ്സിലൊക്കെ IAS ആവുന്ന ആളുകളിലൊക്കെ നിങ്ങൾ അവരുടെ കഥകളൊക്കെ കേൾക്കുകയാണെങ്കിൽ പലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യം, അവർ ചെറിയ പ്രായത്തിൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് എന്ത് ചെയ്യുക, ചെറിയ പ്രായം മുതൽ തന്നെ പത്രം വായന അവരുടെ ശീലമാക്കി മാറ്റാം. അത് നിങ്ങളൊന്ന് വീട്ടിൽ പത്രം വരുത്തിക്കേണ്ടി വരും. പിന്നെ പത്രം എന്തുകൊണ്ട് വായിക്കണം, വായിച്ചുള്ള ഗുണങ്ങൾ, ഇതൊക്കെ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ആകുമ്പോഴേ കുട്ടികൾ സ്ഥിരമായിട്ട് വായിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പത്രം വായന ശീലാക്കി മാറ്റുക. അത് മലയാള പത്രം മതി കേട്ടോ. ഇനി ഇംഗ്ലീഷ് ആയാൽ വളരെ നല്ലത്. ഇംഗ്ലീഷ് വായിച്ച് ബുദ്ധിമുട്ടിച്ച് നാളത്തെ കുട്ടി വായിക്കാതാവണ്ട. അതായത് ഞാൻ മലയാള പത്രം ആയാലും പ്രശ്നമില്ല. കുട്ടിക്ക് താല്പര്യമുള്ള പത്രങ്ങൾ, തുടക്കത്തിൽ സ്പോർട്സോ കുട്ടിയുടെ താല്പര്യങ്ങൾ വായിക്കട്ടെ. അതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരുപാട് നിബന്ധനകളൊന്നും കൊണ്ടുവരണ്ട. ഓക്കെ, പത്രം വായന ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പത്രം വായനയോട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയുന്നത് വായനാശീലം ഉണ്ടാക്കാം. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, കുട്ടികളിൽ എന്ത് ചെയ്യണം, പരന്ന വായന നമുക്ക് സിവിൽ സർവീസിന് ആവശ്യമാണ്. ഓക്കെ, ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് കാര്യങ്ങളും വായിക്കാനുണ്ടാവും. അപ്പോൾ അതിന് കുട്ടിയുടെ ഒരു വായനാശീലമുള്ള കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വായിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നൂല. അവനതിൽ എൻജോയ് ചെയ്ത് അവർക്കത് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ സക്സസ് ഉണ്ടാകും മറ്റുള്ളക്കാലം നിർബന്ധിച്ച് ചെയ്യുന്നതിനേക്കാളും, നമ്മൾ സ്വയം നിർബന്ധിച്ച് ചെയ്യുന്നതിനേക്കാളും. ഓക്കെ, അപ്പോൾ അത് വായന കുട്ടികൾക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ വായനയുടെ ലോകത്തേക്ക് അവർ ചെറിയ പ്രായത്തിൽ തന്നെ കടന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിന് വായിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അവരെ ബോധിപ്പിക്കുക. വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ അവർ തയ്യാറാക്കി കൊടുക്കുക, സാഹചര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുക. വായനയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവരെ കൊണ്ടുപോവുക. ലൈബ്രറി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ മെമ്പർഷിപ്പ് എടുക്കുക. ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇപ്പോൾ വെക്കേഷനിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, IAS ജൂനിയർ കോഴ്സ്. വെക്കേഷനിൽ 1 year ഉണ്ട്. വെക്കേഷനിലൊക്കെ നമ്മൾ തന്നെ ഒരു വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 50 പുസ്തകങ്ങളാണ് കുട്ടികളോട് വായിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു മാസം കഴിയുമ്പോഴത്തേനും 10-15 പുസ്തകം, 20 പുസ്തകമാണ് വെക്കേഷനിലേക്ക് തീർക്കുന്നത്. അപ്പോൾ 10-15 പുസ്തകം വായിച്ച് തീർന്ന ആളുകൾ ഇപ്പോഴും നമ്മളെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതിനുള്ളൊരു ഫയർ കൊടുത്തു കഴിഞ്ഞാൽ, പറഞ്ഞു വരുന്നത് ഒരു ഫയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി വായിക്കും എന്നുള്ളതാണ്. കുട്ടികളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും പറ്റണം. വായിച്ച് കഴിയുമ്പോൾ, ഓരോ പുസ്തകം വായിച്ച് കഴിയുമ്പം അതവരെ ഡിമോട്ടിവേറ്റ് ചെയ്യരുത്, അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. അടിപൊളിയായല്ലോ, അവരൊന്ന് നമുക്ക് എന്ത് ചെയ്യും, തോളിൽ തട്ടിയോ ഒന്ന് അഭിനന്ദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവൻ അടുത്ത പുസ്തകം വായിച്ച് നിങ്ങളോട് തന്നെ ഒന്ന് പറയും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് ചെറിയൊരു പ്രതീക്ഷിക്കുക. അത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വായിപ്പിക്കുന്നതിന് പകരം വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അവൻ്റെ ഉള്ളിൽ നിൽക്കും. ഓക്കെ, പിന്നെ
നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രണ്ട്ലി ആയിട്ട് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. വായിച്ചാലുള്ള ഗുണങ്ങളും വായിച്ച് ലോകത്ത് വിജയിച്ച ആളുകളുടെയൊക്കെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരേ സമയത്ത് കൊടുക്കുക എന്നല്ല, കുട്ടികൾ ഘട്ടം ഘട്ടമായിട്ട് കുട്ടികൾ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നത് ശ്രദ്ധിക്കുക. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ പഠനം തന്നെയാണ്. സ്കൂൾ പഠനത്തിന്റെ പ്രാധാന്യം അവനെ മനസ്സിലാക്കി അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യുക, അവനെ പ്രാപ്തനാക്കുക. അതിൽ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് കുട്ടി വീക്കാണെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം കണ്ടറിഞ്ഞ് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ സഹായിക്കുക. ശകാരിക്കുന്നതിലുള്ള കാര്യം, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലാണ് കാര്യം. സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു ഫ്രണ്ടായിട്ട് കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ അവരിൽ പറ്റും. ഏത് വിഷയം പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അത് റെഡിയാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ വായനാശീലം കണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ലാംഗ്വേജ് ഒക്കെ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അത് വായിക്കുന്നതും അത് എഴുതുന്നതും കുട്ടിയിലൊരു സ്കില്ല് പോലെ താല്പര്യം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പിന്നീട് ഗുണം ചെയ്യും. കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാണോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, മോശമാണെങ്കിൽ ചെറിയ പ്രായത്തിലൊക്കെ അതിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. വലിയ പ്രായത്തിൽ മാറ്റാൻ പറ്റും, പക്ഷെ അതിലേറെ നല്ലത് ചെറിയ പ്രായത്തിൽ അത് മാറ്റിയേക്കാം. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമുള്ള ആളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് അതിനാവശ്യമുള്ള അവസരങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തി കുട്ടികൾ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കാൻ, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാവുമ്പോൾ തന്നെ കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഞാനത് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഹാൻഡ് റൈറ്റിംഗ് അതുപോലത്തെ സ്കില്ലുകൾ കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതും കുട്ടിയുടെ കോൺഫിഡൻസ് കൂടാനും ലക്ഷ്യത്തിലേക്ക് എത്താനും എന്ത് ചെയ്യും, അവരെ സഹായിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ പത്രത്തിന് കൂടുതൽ അവർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് GKയും ജനറൽ അവയർനെസ് പോലത്തെ കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടും. അതിലവർക്ക് പ്രത്യേക പരിശീലനവും കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സുകൾ പോലത്തെ പ്രോഗ്രാമിലൊക്കെ ചേർത്തിക്കൊണ്ട് അവർക്ക് അത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്ന് തോന്നൽ വരുമ്പോൾ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അവരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. അവരുടെ ലക്ഷ്യമാക്കി സിവിൽ സർവീസ് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹമായിരിക്കും കുട്ടി സിവിൽ സർവീസ് എത്തണം, അത് തെറ്റൊന്നുമില്ല. രക്ഷിതാക്കളുടെ ആഗ്രഹത്തിന് വേണ്ടി അവർ നേടും, സ്വാഭാവികമാണ്. അത് കുട്ടിയുടെ ആഗ്രഹമാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നാലെ നടന്ന് ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, പഠിക്കടാ, അത് ചെയ്യടാ, അത് ചെയ്യടാ, വായിക്കടാ, പത്രം വായിക്കി, അത് കുട്ടിയുടെ ആഗ്രഹമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സൈക്കിൾ പഠിക്കുക എന്നുള്ള കുട്ടിയുടെ ആഗ്രഹമായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നാലെ നടന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവൻ അവസരങ്ങൾ കണ്ടെത്തി എവിടുന്ന് സൈക്കിൾ കിട്ടുന്ന അത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് കൂട്ടുകാരത്തോട് അവന് പഠിച്ചിട്ടുണ്ടാവും. അതാണ് ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നതും നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതും. അപ്പൊ കുട്ടിയുടെ ലക്ഷ്യവും ആഗ്രഹവും സ്വപ്നവുമാക്കി നമുക്ക് മാറ്റുക. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡ്രീമിങ് ആൻഡ് ഗോൾ സെറ്റിംഗ് പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുട്ടിയിലേക്ക് കൊണ്ടുവരിക. അത് ടീച്ചേഴ്സിലൂടെയോ ഫ്രണ്ട്സിലൂടെയോ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് എന്ന് പറയുമ്പോൾ ഗോൾ സെറ്റിങ്ങിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, അതിലൊന്നും പ്രശ്നങ്ങളില്ല. ഓക്കെ, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഇത്തരം ആളുകൾ ഇപ്പം ലോകത്ത് വിജയിച്ച അല്ലെങ്കിൽ സിവിൽ സർവീസ് നേടിയ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനൊക്കെ അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അത്. അപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലപ്പുറം ഒരു സിവിൽ സർവീസ് നേടിയ ഒരാളെ നേരിട്ട് കണ്ടുമുട്ടുകയും അവരായിട്ട് സംസാരിക്കുകയും അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന റെസ്പെക്റ്റും അവർക്ക് ജനങ്ങളുടെയുള്ള സ്വാധീനവും അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ഇയാളെ പോലെ ആവണമെന്ന് കുട്ടികൾ ആഗ്രഹിക്കും. സ്വാഭാവികമാണ്. ഇപ്പൊ പല ആളുകളും ഫുട്ബോളർ നല്ല ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഫുട്ബോളർക്ക് ലോകത്ത് കിട്ടുന്ന സ്വാധീനം കണ്ടിട്ടാണ്, അല്ലെ? അവർക്ക് ഫോളോവേഴ്സിനെ കണ്ടിട്ടാണ്. അപ്പൊ അതേ രീതിയിൽ ഇത്തരം ആളുകളായിട്ട് അതൊരു മോട്ടിവേഷൻ കുട്ടിക്ക് കിട്ടും. ഇപ്പൊ സിവിൽ സർവീസ് കിട്ടിയ ആളുകൾ മാത്രമല്ല, സിവിൽ സർവീസ് ആഗ്രഹിക്കുകയാണെങ്കിൽ സിവിൽ സർവീസ് കിട്ടിയ IASമാരായിട്ടും കളക്ടറായിട്ടുള്ളൊക്കെ സംസാരിക്കാനും എവിടെയെങ്കിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലെ കുട്ടികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, IPS IAS ഓഫീസേഴ്സ് ഒക്കെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ലോകത്ത് ഓരോ വ്യത്യസ്ത മേഖലയിൽ, ഏത് മേഖല ആവട്ടെ, സാമ്പത്തികമായിട്ടും ബിസിനസ് ആയാലും കരിയറിലായാലും ജീവിതത്തിലായാലും ഏത് മേഖലയിലും വിജയിച്ച സ്വാധീനിച്ച ആളുകളായിട്ടൊക്കെ എന്ത് ചെയ്യുക, കുട്ടിയെ ഇടയ്ക്ക് കൊണ്ടുപോയി അവരായിട്ട് സംസാരിക്കാനും അവരായിട്ട് കാണാനും ഉള്ള അവസരങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികളിൽ എന്ത് ചെയ്യും, വലിയ സ്വാധീനം അവൻ്റെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരുപാട് പഠിപ്പിക്കുക എന്നതിലപ്പുറം പഠനത്തിൻ്റെ ഒരു തുടക്കവും ലക്ഷ്യത്തിൻ്റെ തുടക്കവും സ്വപ്നങ്ങളുടെ ഒരു തുടക്കവും ഇട്ട് കൊടുക്കാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ സ്കൂൾ സമയത്ത് കുട്ടികൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ച് അതിൽ നിങ്ങൾ വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ലക്ഷ്യമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കുക എന്നുള്ള കുട്ടിയുടെ എന്ത് ചെയ്യും, ഉത്തരവാദിത്തമായിട്ട് മാറും. കുട്ടിയുടെ സ്വയം ഉത്തരവാദിത്തമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവൻ നേടാനുള്ള കാര്യങ്ങളൊക്കെ അവന് ചെയ്തോളും. നമ്മളതിന് ജസ്റ്റ് ഒരു ഡയറക്ഷൻ, ഒരു ഗൈഡൻസ്, ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അതാണ് രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ വിജയത്തിനായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യം. അത്തരത്തിൽ ചെയ്തു കൊടുക്കുക.
ഇത് ഈ പറഞ്ഞ രീതിയിൽ ഇതിലും ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇതിലും കൂടുതലായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ IAS ജൂനിയർ കോഴ്സ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങളുടെ കുട്ടിക്ക് അനുയോജ്യമാകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും